മണ്ണെണ്ണ ഇല്ല, സോ ഡീസൽ എടുത്തുണ്ട്. പോയി 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 ഞാൻ അപ്പോഴേ പറഞ്ഞു അമേരിക്കാൻ പോലും അവസ്ഥ. ഹലോ ഗൈസ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. അത് വന്നിട്ട് നമുക്ക് ഇവിടെ ഗ്യാസ് ഒക്കെ കുറവാണല്ലോ. അപ്പൊ ഇന്ന് എന്തുകൊണ്ടൊരു വിറകടുപ്പിൽ ട്രൈ ചെയ്തോടാ എന്ന് വിചാരിച്ച്, അപ്പം വിറകടുപ്പിലത്തേക്ക് വേണ്ടിയിട്ടുള്ള പാചകത്തിന് നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത്. അവൻ വെക്കണോണ്ട് അത് സ്പെഷ്യലാണ്. മൈക്ക് നീ പൊളിച്ചു കളയല്ലേ, അതുകൊണ്ട് നമ്മൾ അടുപ്പില്ല ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ അടുപ്പിലാണ് ഗൈസ് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിട്ട് എന്തൊക്കെ അരിഞ്ഞ് പറക്കി വെച്ചേക്കണം നോക്കാം. കുനുകുന അരിയുന്ന സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. അതിന്റെ ഇടയിൽ ഒരു കുരിപ്പ് വന്നിട്ടുണ്ട്. കുരിപ്പ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയാണ്. അരിയൊക്കെ പോരല്ലടേ, കുറച്ച് നല്ല കനത്തിനൊക്കെ ഫാസ്റ്റിലൊക്കെ അരി. ഇങ്ങനെ കണ്ടാ കൂടെ എന്തൊരു രസം അറിയാമോ. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. എന്നാലും നിന്റെ മൈക്ക് കൊരുത്തി വെച്ചേക്കണ സ്ഥലം കൊള്ളാം കേട്ടാടാപ്പി. നീ അറിഞ്ഞില്ലേ മൈക്ക് ഇരിക്കണം ഇവിടെയാണ് മൈക്ക് വെച്ചേക്കണം. നീ പുതുതായിട്ട് വന്ന വ്ളോഗേഴ്സിന്, അതായത് നമ്മളെ പോലുള്ള വ്ളോഗേഴ്സിന് നമ്മളിങ്ങനെ വഴികാട്ടിയാവുകയാണ്. അമ്മയ്ക്ക് വയ്യ, ചേച്ചിക്ക് വയ്യ, ഇവരൊക്കെ പിന്നെ പട്ടണി ഇറങ്ങി ചാവെന്ന് വിചാരിച്ചാണ് ഞാൻ തന്നെ കുക്കിങ്ങിൽ ഇറങ്ങിയത്. എന്റെ മനസ്സിന്റെ ആ ഒരു ഇതാണ് ഇവർക്കൊക്കെ ഇന്ന് ആഹാരം കിട്ടും. ചുമ്മാ ഗൈസ്, അവൻ ഇന്ന് വീഡിയോയിൽ ഒന്ന് ഷൈൻ ചെയ്യണം. അവൻ ഒന്ന് പറയും, ഒന്ന് ചേച്ചി ജോലി ചെയ്യണ്ട, ചേച്ചി ചിക്കൻ വെക്കണ്ട, കറി വെക്കണ്ട, ഞാൻ അരിഞ്ഞ് ഞാനില്ല, ചേച്ചി ഡയറക്ടറായി മാത്രം. ഞാൻ പറഞ്ഞു, ഓ ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, ഞാൻ വീഡിയോ എടുക്കാം. നീ നോക്കിയോ, ലാസ്റ്റ് ഞാനായിരിക്കും കറി വെക്കണം. എന്നിട്ട് പറയണതിനാണ് ഇന്നത്തെ ചിക്കൻ കറി സ്പെഷ്യൽ ആയിട്ട് അഭിഷേകനാണ് ഉണ്ടാക്കിയത് എന്ന് അവൻ പറയും. ഇതിനെ നടക്കാൻ പോണം. ചിക്കൻ കറിക്ക് സാധനമൊക്കെ അരിഞ്ഞ് ഇതെല്ലാം ചെയ്യണ ആളാണ് ഇതിന്റെ മെയിൻ ആള്, പ്രൊപ്പറേറ്റർ. ഓക്കെ, അല്ലാതെ ഒരു ചുമ്മാ കുറച്ച് മസാല എടുത്ത് അങ്ങനെ ഇടണേലല്ല. മസാലയുടെ എല്ലാവർക്കും പറ്റി കൈ കൊണ്ടല്ലേ എടുത്തിട്ടുണ്ടത്. എടാ ആ മസാലയിലാണ് ടേസ്റ്റ് വരുന്നത്. ആ കറി മസാലയും മല്ലിപ്പൊടിയും മുളകുപൊടി ഇതൊക്കെ ആ കൃത്യമായിരിക്കണം. അല്ലാതെ വാലാക്കോല ഇട്ടിട്ട് കാര്യമില്ല കേട്ടാ. നമുക്ക് ഇവിടെ അറിയാം ഗൈസ്. പിന്നെ ഇനി അഥവാ കൂടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് നമ്മളൊരു ഗൈഡൻസിന് വേണ്ടി വെച്ചിരിക്കണമെന്നേ ഉള്ളു, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഗൈഡ് ഇല്ലടാ. ഇവാ ചാച്ചി ചിക്കൻ കറി വെച്ചാണ്. ചാച്ചിയുടെ ചിക്കൻ കറി, കടലക്കറി, സാമ്പാർ, ഉപ്പോ, പോളി ഇനി വരട്ട്. നമ്മളിനി അടുത്തതായിട്ട് നമ്മുടെ ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഗൈസ്. നമ്മുടെ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിനി ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നു ഗൈസ്. അടുപ്പ് കൂട്ടാനുള്ള കല്ലൊക്കെ പോയി എടുത്തിട്ട് വരാം. അതിന്റെ കൂടെ നമുക്ക് ഇതാണ് നമ്മൾ ഇന്ന് അടുപ്പ് കൂട്ടാൻ പോകുന്ന കല്ല്. കമോൺ കമോൺ കമോൺ, പെട്ടെന്ന് ജോലി നമുക്ക് നോക്കിക്കാനുള്ളേ. പെട്ടെന്ന് ആവട്ടെ. ഒരു 2 കിലോ കൂടെ എളുപ്പം കരുതി ഞാൻ നേരത്തെ കൂട്ടി കല്ല് കൊണ്ടുപോയി. നമുക്കറിയാല്ല. മതിയടാ. ഇനി നമ്മൾ ചട്ടി എടുത്തോണ്ട് വരികയാണ്. അവസ്ഥയില് നമുക്ക് ഇതല്ലാതെ വേറൊരു നമുക്ക് ഗ്യാസ് അടുപ്പ് പറ്റില്ല. അപ്പൊ ബാഹുബലി അതന്നെ, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാട്ടി പോയി ശേഖരിച്ചിട്ടുണ്ടോ. ഇവിടെ കാട് വലിയ എന്റെ അമ്മേനെ വിറക് ശേഖരത്തിന് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ് ഇതൊക്കെ. എന്തായാലും ഗൈസ്, നമ്മുടെ പവിക്കുട്ടനും ലിച്ചുക്കുട്ടിയും ഒരു വിധത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. അവനൊട്ടും വയ്യാത്തോണ്ട് ആള് ടോട്ടലി ഒരു ഇതായിരുന്നു. നമ്മളെ രാവിലെ പിന്നെ എന്തോന്ന് പറയാ, ചിരട്ട എടുക്കാൻ ചേച്ചി ചിരട്ടക്കകത്ത് തൊണ്ടിന്റെ ഇതെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ആളിക്കത്തും. അങ്ങനെയാണ്. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ്ടി.
എങ്ങനെയാലും തീ കത്തിയാ പോരെ. അത് എടുത്ത് വെച്ചേക്കുന്ന ചിരട്ടൊക്കെയാണ് തേങ്ങ ഇത് അതിനായിട്ട് പരണ്ടാൻ പറ്റൂ? ഇല്ലല്ലേ, ഇനി ഇത് കത്തിക്കാനല്ലേ പറ്റൂ. ഇതൊക്കെ മണ്ണെണ്ണ ഇല്ല, സോ ഡീസൽ എടുത്തുണ്ട്. എന്റെ ചിരട്ട എന്റെ ചേച്ചി എടുത്ത് മാറ്റി കളഞ്ഞത് ഞാൻ സമ്മതിച്ചിട്ട് ഉടനെ പറയല്ലേ മണ്ണെണ്ണ ഇല്ല അതുകൊണ്ട് പോയി ഡീസൽ എടുത്തോണ്ട് വരാൻ കത്തിക്ക്. അവനടാ അങ്ങനെ നമ്മൾ തീ കത്തിക്കാൻ പോവുകയാണ്. കത്തു മാറ്റിക്കരുത്. അങ്ങനെ വിജയകരമായി നമ്മൾ തീ കത്തിച്ചിരിക്കുന്നു ഗൈസ്. എന്റെ ചേച്ചി തീ കത്തിക്കാനൊക്കെ ഭയങ്കര മിടിക്കുകയാണ്. ഇപ്രാവശ്യം പൊങ്കാലൊക്കെ ഇട്ടുണ്ടെന്ന് ചേച്ചി. കണ്ടിട്ട് പോഞ്ഞു പോകുന്നാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു എന്റെ ഐഡിയ വേണ്ടാന്ന് പറഞ്ഞതിന്റെ ശിക്ഷയാണ് ഇതാ ഇപ്പൊ കാണുന്നത്. കണ്ടോ? ആ, അതിന് കുറച്ച് കണ്ട് ഇതെടുത്ത് ചകിരി വെച്ച് കൊടുക്കണം. അപ്പൊ ചകിരി ആകുമ്പോ പെട്ടെന്ന് കത്തും. ഗൈസ്, കത്തിക്കാൻ ഇരുത്തിയ ആള് പോരാ, കത്തിക്കാനൊന്നും അറിഞ്ഞൂടാ. കണ്ട കണ്ട അങ്ങനെ എന്റെ ചേച്ചി കത്തിക്കാനുള്ള ആ 18ാമത്തെ അടവ് എടുത്തോണ്ട് വരെയാണ്. കത്തുമോ ഇല്ലയോ? ഒരു പേപ്പർ കത്തിക്കാൻ പോലും അറിഞ്ഞൂടാ. ഇത് നടപ്പില്ല ഗൈസ്. ഗ്യാസ് അടുപ്പിൽ കത്തിച്ച് ഒരു പേപ്പർ കത്തിക്കാൻ പോലും അറിഞ്ഞൂടാ ഗൈസ്. ഈ പരീക്ഷണമെങ്കിൽ ജയിക്കുമോ ഇല്ലയോ? ജയിച്ചില്ലെങ്കിൽ നാണക്കേടാണ്. കണ്ട, എന്റെ ഐഡിയ ആയിരുന്നു അവിടെ വർക്കൗട്ട് ആയത്. ഞാൻ പറഞ്ഞു ചകിരി വെച്ച് അതിൽ പെട്ടെന്ന് കത്തുവന്നു. കണ്ട കണ്ട. യെസ്, അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ തീ കത്തിച്ചു. ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. ബാക്കി സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? വെറുതെ ഇല്ല അമ്മ പറഞ്ഞത്, ഇത് ഡേഞ്ചറാണ്. ഇല്ല ഗൈസ്, നമ്മൾ എണ്ണ തോടെ ഇരിക്കും. നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുകയും ഗൈസ്. ഇല്ല ഗൈസ്, ഞാൻ പോയി ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വരട്ടെ ഗൈസ്. തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ പറ്റൂ? ഒരു മിനിറ്റ് എടുത്തല്ലോ. നമ്മൾ ആദ്യമായി ഇഞ്ചിയാണ് ഇടുന്നത്. വില്ലേജ് കുക്കിംഗ് ചാനലിൽ പോയി ക്ലാസ് എടുത്ത് പഠിക്കും. നീക്കണം, കുറച്ചുകൂടെ നീക്കണം. ഓക്കെ ഓക്കെ. അവിടെ പച്ച കടുകിടണ്ടേ? ആരെങ്കിലും കടുകിടും, ഇടുന്നവരുണ്ട്, എന്നാലേ നമ്മുടെ റെസിപ്പിയില്ല. ഓക്കെ, ഇനി എന്തിനാണ് നമ്മളെ കഷ്ടപ്പാടാണ് കേട്ടാ. നമ്മള് ഇതെല്ലാം നമ്മൾ ജീവിക്കാൻ പഠിച്ചിരിക്കണം. അത് ഇന്നത്തോടെ മനസ്സിലായി, ഇല്ലെങ്കിൽ നമ്മളെ ജീവിതം തീർന്നു. നമ്മള് പല പ്രതിസന്ധികളിൽ ജീവിക്കാൻ പഠിച്ചിരിക്കണം. സക്സസ് ആയ എനിക്ക് ഭയങ്കര ജാടയായിരിക്കും.
ഇല്ലെങ്കിൽ ഇന്ന് നാറും, അത്രേ ഉള്ളൂ. എന്തായാലും കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമുക്കിനി ഇഞ്ചി ഇട്ടുപോലെ മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി സവാള കട്ടാം. ഓക്കെ. സവാള ഒരു ഉപ്പും കൂടെ എടുക്കും. ഇത് ഇതിലേക്ക് ഇളക്കാം. അപ്പോഴത്തേക്ക് അവൻ പോയി ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉപ്പിടാൻ സവാള കാണില്ല. അങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ ഗൈസ് ഇത് ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു പരിപാടിയെന്ന് വെച്ചാൽ ഇത്രയ്ക്കും പാടായിരിക്കും പക്ഷെ ചെയ്ത് വന്നാൽ ചിലപ്പോ സെറ്റ് ആയിരിക്കും. കാരണം ഒരു പക്ഷേ ഗ്യാസിനെയും കാട്ടി കുറച്ചും കൂടെ നല്ലത് ഇതും ആവാം. നമുക്ക് ചെയ്ത് വരുമ്പോഴേ അറിയാവുള്ളൂ. എന്തിനാണ് എക്സ്പീരിയൻസ് ഫൈനലി നമുക്ക് പറയാം. എന്തായാലും ശ്രദ്ധാപൂർവ്വം ചെയ്യല്ലടാ. പിന്നല്ലാതെ ആദ്യം ഒന്ന് വരണ്ട് കേട്ടാ. കാര്യമായിട്ട് വരണ്ട്. തീയൊക്കെ വെച്ച് ചട്ടിയൊക്കെ കരിഞ്ഞ് എന്തിനാവോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതുമായിട്ട് സിങ്ക് ആയി ഗൈസ്. സിങ്കായി വരുന്നു. അങ്ങനെ നമ്മൾ തീയൊക്കെ ഇപ്പൊ കൺട്രോളിലാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ ഉള്ളി പയ്യെ മൂത്തോണ്ടിരിക്കുകയാണ്. മൂക്കട്ട് പയ്യെ മൂത്താ മതി. എന്നെ കാണില്ല, ഞാൻ അതിലോടി പയ്യെ മൂത്താ മതി, ഇല്ലെങ്കിൽ നമ്മൾ മൂക്കും. അതുകൊണ്ട് പയ്യെ മൂക്കട്ട്. എന്റെ ചേച്ചി തളർന്നു. അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണം. ഷോക്കായി. എല്ലാം കൂടെ വന്നിട്ട് ഓലെല്ലാം കൂടെ കത്തണം. അതിലൂടെ ചട്ടി കരിയണം. എന്തരാവുന്നൊരു പിടിയില്ല. അമ്മയാണെങ്കിൽ വീട്ടിലും ഇല്ല. അമ്മ കോവിലും പോയി. ഞാനും ഇവനും പെട്ട പാട്. ഈ ചാച്ചിയെ പോയില്ലേ, നാളെ മാറില്ലേ, ഉള്ള വില കളാൻ പാടില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മൾ മാനേജ് ചെയ്തിരിക്കുന്നു. ഇളക്കണം, ഇളക്കൂ. നീങ്ങി നിന്റെ മൂട്ടി തീ കപ്പല്ലേ. അതും കൂടെ അണക്കാൻ എനിക്ക് വെള്ളം പോയി എടുക്കാൻ പറ്റും. ഇത് സക്സസ് ആവണമെങ്കിൽ നമ്മളിങ്ങനെ അടുത്തത് ബീഫ്, അങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ അടുത്ത കുക്കിംഗ് വീഡിയോ ചാനൽ ആവാൻ പോവുകയാണ്. അല്ലേ, ഇതിനിടയിൽ നമുക്കിതൊക്കെ അങ്ങനെ നോക്കൂ ഗൈസ്. നമ്മുടെ ഉള്ളി നമ്മൾ ഇതുവരെ ഓക്കെ ആണ്. നമ്മൾ ഓക്കെയാണ്. ഉള്ളിയൊക്കെ വഴഞ്ഞ് വരുന്നുണ്ട്. തീയൊക്കെ നമ്മളെ കൺട്രോളിലാണ്. സൂക്ഷിച്ചൊക്കെ ഇരിക്കാം. കരിയാൻ വയ്യ. പൊങ്കാലയ്ക്ക് പോയി ഞാൻ തളർന്നു. നാളെ കിടപ്പാവോ? ഇല്ല, അതിനുള്ള തീയില്ലടാ. മറ്റേത് അന്ന് പൊങ്കാലയ്ക്ക് ചെന്നിടാമെന്നൊരു സ്ഥലത്ത് എന്റെ പൊന്നപ്പിയെ 9 അടുപ്പിന്റെ നടുക്ക് ഞാൻ തീയങ്ങോട്ട് കത്തിച്ച് 9 അടുപ്പിലെ തീ എന്റെ വായിക്കാൻ. അതിനോട് അപ്പുറത്ത് 2 പേര് അവരാ തീയും കൂടെ എന്റെ നെഞ്ചത്ത്. ഞാൻ വായും പൊത്തി നിർത്തി ഞാൻ പ്രാർത്ഥിച്ചെന്തെന്നറിയാമോ? പൊങ്കാല ദൈവമേ, എനിക്ക് 5 പൊങ്കാലയുടെ ശക്തി നീ തരണേ. സത്യമായിട്ട് ഞാനാണ് പ്രാർത്ഥിച്ചത്. ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല. ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് എന്റെ ചേച്ചി മാനേജ് ചെയ്തത്. ഇതൊക്കെ ജുജുബി മാറ്റർ ആണ് എന്റെ ചേച്ചിക്ക്. നല്ല പാടായിരുന്നു. ഇത് അത്ര പാടില്ല. രാത്രി കുരയ്ക്കാതിരുന്ന കൊള്ളാം. ഈ അടുപ്പിലിട്ട് നമ്മള് ഇറച്ചി വെക്കുമ്പോഴത്തേക്ക് വേറെ പ്രത്യേക രുചിയാണ് ഗൈസ് കിട്ടുന്നത്. സത്യമാണ്. ആഴ്ചയിൽ 6 ദിവസം ഞാൻ ഡയറ്റ്, 1 ദിവസം ഞാൻ ഡയറ്റ്. ഇന്ന് ഡയറ്റ് പറഞ്ഞു. ഇന്ന് ലേശം പപ്സ്, ലേശം ബിരിയാണി, ഇന്ന് രാത്രി തരം പൊറോട്ട ചിക്കൻ. ഇത്രേ ഉള്ളു ലൈറ്റ് ആയിട്ട്. ഇന്ന് മാത്രം ഡയറ്റ് ഇല്ല. അതിന് കൂടിക്കോളൂ. 1 ദിവസം കൊണ്ട് എല്ലാം അടിച്ചു കയറി. കലോറീസ് ഷെയർ ചെയ്തുകൊണ്ട് നാളെ ഭയങ്കര കട്ടയ്ക്ക് അതാണ് അതിനെക്കാട്ടി. പിന്നെ നാളെ തൊട്ട് ഇനി അടുത്ത ശനിയാഴ്ച ഇനി ഒരാഴ്ചത്തേക്ക് എന്റെ ചേച്ചി തേയിലുള്ളത്തിൽ പഞ്ചസാര വെറും തേയിലയും വെള്ളം ചൂടാക്കി കുടിക്കുകയാണ് ഇപ്പൊ ചേച്ചി ചെയ്യണത്. ഫുൾ ഷുഗർ കട്ട് കഴിച്ചു. അങ്ങനെ ഞാൻ 8 കിലോ കട്ട് ചെയ്തില്ല എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഷുഗർ വരും. ജ്യൂസ് ആണെന്ന് എല്ലാരും തെറ്റിദ്ധരിക്കേണ്ട ഒരു പച്ചവെള്ളമാണ്. പരമസത്യം. പകച്ചുപോയി എന്റെ ബാല്യം. ഓ, ഞാൻ അരിഞ്ഞു കളഞ്ഞു. നമ്മൾ തക്കാളി ഇടുകയും നമ്മളെ പറുക്കുട്ടൻ സഹസമായി ഉണർന്നത് കൊണ്ട് ഇനി മുതലുള്ള ബാക്കി കുക്കിംഗ്
ഞാനായിരിക്കും. മൊത്തം അങ്ങോട്ട് തട്ടറാ. ഇത്ര നേരം എങ്ങനെയാ ഇതിനകത്ത് ഇരുന്നത്? കാലൊക്കെ മഞ്ഞപ്പൊടി ഇപ്പൊ ശരിയായിട്ട്. അങ്ങനെ കണ്ട തീ കത്തിയത് കണ്ട തീ കൂടിപ്പോ. ഗൈസ് നമ്മളിപ്പോ ചിക്കൻ പയ്യെ മറിച്ചിടാം ഗൈസ്. അതെ ഓക്കെ. യെസ് ഇതിൽ ടാസ്ക് എന്താണെന്ന് അറിയാമോ ചേച്ചി? ഒരു ചിക്കൻ പോലും പുറത്തു പോകാതെ നോക്കണം. അതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. കണ്ണീന്നൊക്കെ പോകാറ്. അതെ അതെന്റെ ഭാഗ്യം. അങ്ങനെ ഗൈസ് ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ ചിക്കൻ യെസ് ഞാൻ ഇളക്കിക്കൊണ്ട് പറയല്ലേ. ഭയങ്കരം തന്നെ ഭയങ്കരം തന്നെ. അപ്പൊ നമ്മള് മുളക് കറി മസാല ഇപ്പൊ കൊച്ചു കരഞ്ഞപ്പോഴേ എല്ലാം കയ്യിൽ നിന്ന് പോയടാ. സംഭവം അതാണ്. അതങ്ങ് ഇതിപ്പോ കാശ്മീരി പൂരം കളറുണ്ട്. പിള്ളേർ കഴിക്കുന്നോണ്ട് തോനെ വിട്ടാ പിള്ളേർ തിന്നൂല. ചിക്കൻ മസാല എടുത്തില്ല. നല്ല വെന്ത് കേട്ടോ ചിക്കൻ. അടുപ്പിലായപ്പോഴേ അതൊക്കെ ഉപ്പി കളിക്കുകയാണ്. വിളിക്കാൻ എളുപ്പമുണ്ടല്ലോടാ മുട്ടയെന്ന്. കരഞ്ഞപ്പോ എന്റെ കോൺസെൻട്രേഷൻ അത്ര അങ്ങ് പോയി. മുളക് പോയിക്കോട്ടാ. മുളക് ഇട്ടേക്കല്ലേ. മിക്കവാറും ഉപ്പ് കൊണ്ടൊന്നിനകത്ത് നീ ഉപ്പെടുത്ത് മാറ്റി. അവന്റെ ശ്രദ്ധ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ്. അയ്യോ അങ്ങനെ അടിച്ചു നനച്ചെങ്കിലും നമ്മള് ചിക്കൻ സക്സസ് ആക്കിയിട്ടുണ്ട്. പിള്ളേർ കരഞ്ഞില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചിക്കൻ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്.
നമ്മൾ വിറകടുപ്പിലും ജീവിക്കും എന്ന് നമ്മൾ ജീവിക്കും എന്ന് നമ്മൾ തെളിയിച്ചിരിക്കും. പിള്ളേര് കരഞ്ഞുകൊണ്ടില്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ തള്ളൊക്കെ അടിക്കായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഇങ്ങനെ ഇതിന്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഉളാക്ക് കഷ്ടപ്പെടുന്നത്. എന്നാലും കുഴപ്പമില്ല. എങ്ങനെയൊക്കെ ആയാലും ഒരു ചിക്കൻ ആയി കേട്ടാ. നന്നായിട്ട് തിളച്ചതൊന്ന് വറ്റട്ട്. അപ്പോഴത്തേക്ക് എന്നാലേ ആ മസാലയൊക്കെ പിടിക്കുള്ളൂ. അയ്യോ, ഇത് വിട്ടിട്ട് പോയ കാര്യം മൂട്ട് പിടിക്കണം. ഇതങ്ങ് ചെയ്തിട്ട് പോയാലേ പിന്നെ നമുക്ക് ഇതിന്റെ പാടില്ല. സ്പീഡിൽ കത്തിക്കാം. ഈ പഴുകുട്ടം കരഞ്ഞാലേ പണിയാണ്. തിളച്ച് മറിയുന്ന ചിക്കൻ കറി സൂപ്പർ അല്ലേ? ഒന്നാതെ ചുമയുണ്ടേ. ഇത്ര എരിവ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ ചുമക്ക്. സോയ് 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 മുട്ട സുവ. എടാ അച്ചു ഇത്ര ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നോക്കട്ടെ. കലക്കി വിമർത്ത് അടിപൊളി. മാമ പാൽക്കുട്ട ഓ പാടുകൊണ്ടൊക്കെ ഉണ്ടാക്കി എടുത്താൽ എന്തായാലും സക്സസ്ഫുൾ ആയി. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പൊറോട്ട ഇടിയാണ്. അത് അച്ചുവിന്റെ വകയാണ്. നമ്മൾ ഓൾറെഡി അതിന്റെ വ്ളോഗൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പൊ പൊറോട്ടയൊക്കെ അടിച്ച് ഇനി ചിക്കനുമായിട്ടൊക്കെ തിന്നണം. കണ്ണ് തെറ്റിയ പോയി. ഇതിനകത്ത് എല്ലാ അടപ്പും കിടക്കും. പൊറോട്ട ഉണ്ടാക്കാൻ ഞാനും ലിച്ചുവാണ് വന്നിരിക്കുന്നത്. ഹായ് ലിച്ചു, പറ ഹായ്. ഇന്ന് ആരാണ് പൊറോട്ട അടിക്കാൻ വന്നത്? യെസ്. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, ഇതെടുത്തോ. ഇടുന്നുണ്ടോ? യെസ്. കൈ വെച്ച് ഇങ്ങനെ ചപ്പിക്കാം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കീറും. കീറുമ്പോ എന്നിട്ട് കുറച്ച് മാവിടുക. എന്നിട്ട് മുറിക്കുക. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ആക്കുക. നമ്മിക്കിങ്ങനെ വെക്കുക. ഈ അത് പോയി. ഇനി അത് കൊണ്ട് വയ്ക്കുക. ഇനി അടുത്ത മാവ് എടുക്കാം. ഒരു മാവെടുത്ത് ഇങ്ങനെ ചപ്പിച്ച് കുറെ നേരം നമ്മളിങ്ങനെ ചപ്പിച്ച് നമ്മളിങ്ങനെ അടിക്കും. അടിച്ച് കുറെ നേരം കൊണ്ട് അടിക്കണം. എന്നിട്ട് മാവിടുക. എന്നിട്ട് മുറിക്കുക. നമ്മളുടെ മാവ് എടുത്ത് അടുത്ത മാവ് എടുക്കാൻ പോയാ. ഇനി കുറച്ച് മാവും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ അടിച്ച് തീർത്തതിന് ശേഷം വരുന്നതായിരിക്കും. ഓരോന്നോരോന്നായിട്ട് വയ്ക്കുക. അങ്ങനെ നമ്മളുടെ പൊറോട്ട മാവെല്ലാം നമ്മൾ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ. അതെ, നമ്മളെ ലിച്ചുകുട്ടിയാണ് ഇത് അത്ര അടിച്ച് വീശി ഇതുപോലെ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ലിച്ചുകുട്ടി സ്പെഷ്യൽ പൊറോട്ടയാണ്. ചെന്ന് പൊറോട്ട അടിക്കണം എടുത്ത്. അങ്ങനെ ഇനി നമ്മൾ അടുത്തത് പൊറോട്ട പൊറോട്ട പൊറോട്ട
പൊറോട്ട അടിക്കാൻ പോവുകയാണ് ഗൈസ്. ലൈച്ചുകുട്ടി വ്ലോഗ് എടുക്കുന്നോണ്ട് പുതിയ പട്ടുപാവാടൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അടിപൊളി പൊറോട്ടയൊക്കെ, നമ്മൾ ഈ പൊറോട്ടയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊറോട്ട അടിക്കാൻ എടുക്കാത്തത്. അത് മാത്രമല്ല എന്റെ മക്കൾ ഇന്ന് ഭയങ്കര അലമ്പായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഒട്ടും നടക്കൂല. പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ പോയി കുളിച്ചു. പിന്നെതാ അവൻ പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ട പരത്തി ചുടാൻ വേണ്ടി പോയി. നമുക്കത് നോക്കാം. ചുടുപൊറോട്ടെ ചുടുപൊറോട്ടെ. സൂപ്പർ ടേസ്റ്റ്. അടുപ്പിൽ വേവിച്ചുകൊണ്ട് വേറൊരു ടേസ്റ്റ്. പിന്നെ പൊറോട്ടയും നല്ല സോഫ്റ്റ് പൊറോട്ട.